നമസ്കാരം. നമ്മൾ ഒന്നാമത്തെ മൊഡ്യൂളിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് എന്ത് ചെയ്യണം, പഠിക്കണം അല്ലെ. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡി സി സീരീസ് ആൻഡ് പാരലൽ സർക്യൂട്ട് എങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളത്. സീരീസ് ആയിട്ടും പാരലൽ ആയിട്ടും നമുക്ക് വരും സമയത്ത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം. സോ നോക്കിയാലോ, എന്താണ് ഒരു സീരീസ് അഥവാ പാരലൽ സർക്യൂട്ട്? പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് നമുക്ക് സാധാരണ ഗതിയിൽ സിംഗിൾ റെസിസ്റ്റർ വെച്ചിട്ടുള്ള സർക്യൂട്ടുകളൊക്കെ വളരെ റയർ ആയിട്ടിരിക്കും. ഒരു സിംഗിൾ റെസിസ്റ്റർ മാത്രം കണക്ട് ചെയ്തിട്ട് നമ്മൾ സർക്യൂട്ടുകൾ വളരെ കുറവായിരിക്കും. അപ്പം മോസ്റ്റ് സർക്യൂട്ട്സ് എന്തായിരിക്കും, രണ്ടോ അതിലധികമോ റെസിസ്റ്ററുകൾ നമ്മൾ കണക്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഉപയോഗിക്കുക അല്ലെ. സോ ഈ റെസിസ്റ്ററുകൾ നമ്മൾ കണക്ട് ചെയ്യുന്നത് രണ്ട് ടൈപ്പിലാണ്. ഒന്ന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം, രണ്ട് പാരലൽ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. സാധാരണഗതിയിൽ നമ്മളൊരു സർക്യൂട്ടിൽ റെസിസ്റ്ററുകൾ ഒരെണ്ണം സിംഗിൾ ആയിട്ട് യൂസ് ചെയ്തതിൽ വളരെ അപൂർവമാണ് അല്ലെ. ചെറിയ ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ ഒരു റെസിസ്റ്റർ മാത്രം വെച്ചിട്ടുള്ള സർക്യൂട്ടുകൾ ഉണ്ടായിരിക്കുക. നേരെ മറിച്ച് മറ്റ് മിക്ക സർക്യൂട്ടുകളിലും നമ്മൾ രണ്ടും അതിന് കൂടുതലൊക്കെ റെസിസ്റ്ററുകൾ നമ്മൾ പരസ്പരം കണക്ട് ചെയ്തിട്ടാണ് ഉപയോഗിക്കുക. സോ ഇങ്ങനെ പരസ്പരം കണക്ട് ചെയ്യുന്നതിൽ രണ്ട് മെത്തേഡുകളാണ് നമ്മൾ പറയാറ്. ഒന്ന് സീരീസ് കണക്ഷനും രണ്ട് പാരലൽ കണക്ഷനും. ഓക്കെ, നമ്മൾ ഈ ക്രിച്ചോസ് ലോ അല്ലെങ്കിൽ സൂപ്പർപോസിഷൻ തിയറം, തെവനിൻസ് തിയറം, നോർട്ടൺ തിയറം ഒക്കെ പഠിക്കുന്നതിന് മുമ്പായിട്ട് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എങ്ങനെ ഒരു സീരീസ് അല്ലെങ്കിൽ പാരലൽ കണക്ഷൻ വരുന്ന സമയത്ത് നമുക്ക് സോൾവ് ചെയ്യാനുള്ളത്. സോ ഒന്നാമത്തെ നമുക്ക് നോക്കാം, സീരീസ് കണക്ഷൻ. എന്താണ് സീരീസ് കണക്ഷൻ? സീരീസ് കണക്ഷൻ പറയുന്ന സമയത്ത് resistors are said to be in series when they are connected one after another, forming a single path for current flow. ഇത്രയേ ഉള്ളൂ. നമ്മളൊരു റെസിസ്റ്ററിനെ കണക്ട് ചെയ്തു, അതിനോട് ചേർന്നിട്ട് മറ്റൊരു റെസിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനെ കണക്ട് ചെയ്തു. ഇനി നമുക്ക് വേറെ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അതൊന്നും എന്ത് ചെയ്യാം, ഇങ്ങനെ അതിനോട് വൺ ആഫ്റ്റർ അനദർ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യാം. ഇതാണ് സീരീസ് ആയിട്ട് കണക്ഷൻ അല്ലെങ്കിൽ സീരീസ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ. പിന്നെ പറഞ്ഞു, ഒരു സിംഗിൾ പാത്ത് ആയിരിക്കും എന്തുണ്ടാവുക, കറണ്ട് ഫ്ലോ ചെയ്യാനായിട്ടുണ്ടായിരിക്കുക. അപ്പം ഇതിലൂടെ കറണ്ട് ഐ എന്ന് പറഞ്ഞ കറണ്ട് കടന്നു പോകുന്നുണ്ടെങ്കിൽ ത്രൂ ഔട്ട് ഈ കറണ്ടിൽ ഈ പാത്തിലൂടെ കടന്നു പോകുന്ന കറണ്ട് ഐ ആയിരിക്കും. ഒരു സിംഗിൾ പാത്ത് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ഇത് എ ഇത് ബി എന്ന് പറഞ്ഞു കൊടുത്താൽ എക്കും ബിക്കും ഇടയിൽ നമ്മളൊരു കറണ്ടിന് ഒഴുകാനായിട്ട് ഒരൊറ്റ പാത്തേ ഉണ്ടാവുള്ളൂ. ഇത് നമുക്ക് R1 എന്നും R2 എന്നും R3 എന്നും നമുക്ക് കൊടുക്കാം. സോ ഇവിടെ പറയുന്നത് എന്താണ്, there is only one path, the same current flows through every resistor. അപ്പൊ ഓരോ റെസിസ്റ്ററിലേക്കും R1ലൂടെയും ഒഴുകുന്ന കറണ്ട് R2ലൂടെ ഒഴുകുന്ന കറണ്ടും R3ലൂടെ ഒഴുകുന്ന കറണ്ടും സെയിം ആയിരിക്കും. അപ്പൊ R1ലൂടെ ഒഴുകുന്ന കറണ്ട് I1 എന്ന് കൊടുക്കാം, R2ലൂടെ ഒഴുകുന്ന കറണ്ട് I2 എന്ന് കൊടുക്കാം, R3ലൂടെ ഒഴുകുന്ന കറണ്ട് I3 എന്ന് കൊടുത്താൽ നമുക്ക് ടോട്ടൽ കറണ്ട് എന്തായിരിക്കും, I1 തന്നെയാണ്, I2 തന്നെയാണ്, I3 തന്നെയാണ്. I is equal to I1 is equal to I2 is equal to I3. അതിൽ മാറ്റമൊന്നുമില്ല. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഇനി എന്താണ് പറയുന്നത്, നമ്മള് ഒന്നാമതായിട്ട് പറയുന്നത് ഒരു ഒറ്റ കറണ്ട് പാത്ത് മാത്രമേ ഉള്ളൂ അല്ലെ. ഓൺലി വൺ കറണ്ട് പാത്ത്, കറണ്ടിന് ഒറ്റ റൂട്ട് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മളിവിടെ പറഞ്ഞു, ആ സർക്യൂട്ട് നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, ഒന്നുകൂടി ഒന്ന് വരയ്ക്കാം. ഇങ്ങനെ വരച്ചു. ഇതിന് അക്രോസ് നമ്മളൊരു വോൾട്ടേജും അപ്ലൈ ചെയ്യാണ്, വി. അപ്പം കറണ്ട് ഐ എന്ന് പറഞ്ഞ ഐ പാസ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ I1, I2, I3, ഇത് R1, R2, R3. സോ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ കറണ്ടിന് കടന്നു പോകാനായിട്ട് ഒരു ഒറ്റ പാത്തേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സെയിം കറണ്ട് ആയിരിക്കും ഓരോ റെസിസ്റ്ററിൽ നമുക്ക് എന്ത് ചെയ്യാം, കിട്ടുക. സോ I is equal to I1 is equal to I2 is equal to I3. അതാണ് അതിന്റെ എഫക്റ്റീവ് ആയിട്ടുള്ള കറണ്ട്. ഇനി വോൾട്ടേജ് എന്താ ചെയ്യുന്നത്, സംഭവിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വി വോൾട്ടേജ് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഓരോ റെസിസ്റ്ററിലും എന്ത് സംഭവിക്കും, നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് അവിടെ വീഴും. വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് വീഴുക എന്ന് മനസ്സിലാക്കി വെക്കുക. അവിടെ വോൾട്ടേജ് ഓരോ റെസിസ്റ്ററിലും വീഴുകയാണ് ചെയ്യുന്നത്. ഓക്കെ, വോൾട്ടേജ് വീഴുക, വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് വീഴുന്നു എന്ന് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, സോ ഇവിടെ R1 എന്ന് പറഞ്ഞ റെസിസ്റ്ററിൽ വീഴുന്ന വോൾട്ടേജ് നമുക്ക് V1 ആക്കി എടുക്കാം.
R2 എന്ന് പറഞ്ഞ റെസിസ്റ്ററിൽ വീഴുന്ന വോൾട്ടേജ് V2 ആക്കി എടുക്കാം. R3 എന്ന് പറഞ്ഞ റെസിസ്റ്ററിൽ വീഴുന്ന വോൾട്ടേജ് V3 ആക്കി എടുക്കാം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ V കാണാൻ, അതായത് ഈ സർക്യൂട്ടിലൂടെയുള്ള ടോട്ടൽ V കാണാനായിട്ട് എന്ത് ചെയ്യണം? ഈ R1 വീഴുന്ന വോൾട്ടേജ് പ്ലസ് R2 വീഴുന്ന വോൾട്ടേജ് പ്ലസ് R3 വീഴുന്ന വോൾട്ടേജ്. ഓക്കെ, സോ ഈച്ച് റെസിസ്റ്റർ ഹാസ് ഇറ്റ്സ് ഓൺ വോൾട്ടേജ് ഡ്രോപ്പ്. അപ്പൊ നമ്മൾ എന്ത് പറയണം? വോൾട്ടേജ് ഡ്രോപ്പ് എന്നാ പറയാ അല്ലെ. ഒരു റെസിസ്റ്ററിൽ അക്രോസ് വീഴുന്ന വോൾട്ടേജിന് നമ്മൾ വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയാം. ഇത് വോൾട്ടേജ് ഡ്രോപ്പ് 1, വോൾട്ടേജ് ഡ്രോപ്പ് 2 എവിടെ? R2 വീഴുന്നത്. വോൾട്ടേജ് ഡ്രോപ്പ് 3 R3 വീഴുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ V1 നമുക്ക് V is equal to V1, V2, V3 എന്ന് കിട്ടി. അപ്പൊ V1 എങ്ങനെ കണ്ടുപിടിക്കും? ഈ V1 എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് V1, V2, V3, അതായത് V1 ആണ്, V2 ആണ്, V3 ആണ് ഇവിടെ വീഴുന്നത് മനസ്സിലായി. V1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന പോലെ ഓംസ് ലോ പ്രകാരം എന്താണ്? സോറി, ഓംസ് ലോ പ്രകാരം എന്താണ്? V is equal to I into R ആണ്. സംശയമൊന്നുമില്ല അല്ലെ? I into R ആണ്. അതായത് V എന്ന് പറഞ്ഞാൽ I into R ആണ്. ഇനി നമ്മൾ ഈ സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കറണ്ട് I സെയിം I അല്ലേ? ഇവിടെ വരുന്ന കറണ്ടും ഇവിടെ വരുന്ന കറണ്ടും ഇവിടെ വരുന്ന കറണ്ടൊക്കെ I അല്ലേ? അതായത് I1ഉം I2ഉം I3 ഒക്കെ I ആണ്. സോ കറണ്ടിന് മാറ്റമില്ല. ഇൻറ്റു R, I into R ആണ്. R എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മളെ ഒന്നാമത്തെ റെസിസ്റ്റർ. ഈ റെസിസ്റ്ററിന് അക്രോസ് ഉള്ള ഈ R1 അക്രോസ് ഉള്ള R1ൽ വീഴുന്ന വോൾട്ടേജ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പം അവിടുത്തെ റെസിസ്റ്റൻസ് R1. ഓക്കെ, ഇനി V2 ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ കറണ്ട് ഇൻറ്റു രണ്ടാമത്തെ റെസിസ്റ്റർ R2 വീഴുന്ന R2ന്റെ റെസിസ്റ്റൻസ്, അതായത് R2 വീഴുന്ന വോൾട്ടേജ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പം V2 is equal to I into R2. അപ്പൊ V3 എങ്ങനെ വരും? I into R3. R3 വീഴുന്ന വോൾട്ടേജ് ആണ് V3, അത് കണ്ടുപിടിക്കാൻ R3 റെസിസ്റ്റൻസ് എടുത്തു ഇൻറ്റു കറണ്ട്. സോ ഇതും എന്ത് ചെയ്യാം? നോട്ട് ചെയ്യാം. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ ഒരു സീരീസ് സർക്യൂട്ടിലെ ടോട്ടൽ റെസിസ്റ്റൻസ് കാണുക എന്നുള്ളത്? ഇങ്ങനെ സീരീസ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു റെസിസ്റ്റൻസിലെ ടോട്ടൽ റെസിസ്റ്റൻസ് കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? സം ഓഫ് ഓൾ ദ റെസിസ്റ്റൻസ്. ഇപ്പൊ ഇവിടെ R1 ഉണ്ട്, R2 ഉണ്ട് അല്ലെ? R1 ഉണ്ട്, R2 ഉണ്ട്, R3 ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് കാണാനായിട്ട് നമ്മൾ R1 പ്ലസ് R2 പ്ലസ് R3 ചെയ്താൽ മതി. അതാണ് നമ്മുടെ ഒരു സീരീസ് സർക്യൂട്ടില് R ഈക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. R1 പ്ലസ് R2 പ്ലസ് R3. ഓക്കെ, പ്രധാനമായിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ്, ഒരു സീരീസ് സർക്യൂട്ടിൽ എന്തായിരിക്കും? കറണ്ട് സെയിം ആയിരിക്കും. പക്ഷെ വോൾട്ടേജ് എന്ത് സംഭവിക്കും? ഡിവൈഡ് ചെയ്യും. കറണ്ട് സെയിം ആയിരിക്കും, വോൾട്ടേജ് ഡിവൈഡ് ചെയ്യും. ഓക്കെ ആണല്ലോ? ഇനി ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം അല്ലെ. എന്താണ് പറയുന്നത്? ഫൈൻഡ് ദി ഇക്വിവാലന്റ് റെസിസ്റ്റൻസ്. അതായത് 5 ഓമും 10 ഓമും 15 ഓമും റെസിസ്റ്റൻസുകൾ കണക്ട് ചെയ്തിരിക്കുന്നത് സീരീസ് ആയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇക്വിവാലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പൊ നമുക്കൊന്ന് വരച്ചു നോക്കാം അല്ലെ. ഒരു റെസിസ്റ്റൻസ് 5 ഓം, പിന്നെ 10 ഓം, 15 ഓം. ആ റെസിസ്റ്റൻസ്, ഈ 3 റെസിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. 5 ഓം, 10 ഓം, 15 ഓം. സോ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഈക്വലന്റ് റെസിസ്റ്റൻസ് ആണ്. R ഈക്വലന്റ് ആണ്. എന്ത് ചെയ്താൽ മതി? ഒരു സീരീസ് സർക്യൂട്ട് ആയതുകൊണ്ട് നമുക്ക് R1 പ്ലസ് R2 പ്ലസ് R3 ചെയ്താൽ മതി അല്ലെ. ഇതാണ് നമ്മൾ പഠിച്ച ആ ഒരു ഫോർമുല. അപ്പം ഇത് R1 ആയിട്ടും ഇത് R2 ആയിട്ടും ഇത് R3 ആയിട്ടും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? R ഈക്വലന്റ് ഈസ് ഈക്വൽ ടു 5 പ്ലസ് 10 പ്ലസ് 15. എത്ര വരും? 25ഉം 5ഉം 30 ഓം എന്ന് വരും. അതാണ് നമ്മുടെ R ഈക്വലന്റ് ഈസ് ഈക്വൽ ടു 30 ഓം. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ ഒരു സീരീസ് സർക്യൂട്ടിൽ നമ്മൾ റെസിസ്റ്റൻസ് തമ്മിൽ ആഡ് ചെയ്താൽ മതി. ഇനി വേറെ ക്വസ്റ്റ്യൻ ആണ്. ഒരു 24 വോൾട്ട് ബാറ്ററി 4 ഓം 8 ഓം റെസിസ്റ്ററിൽ
സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, അതിന് അക്രോസ് ആയിട്ടൊരു 24 വോൾട്ട് ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് വരച്ചു നോക്കാം അല്ലെ. അതായത് രണ്ട് റെസിസ്റ്ററുകൾ 4 ഓമും 8 ഓമും, അതിന് അക്രോസ് ആയിട്ട് ഒരു 24 വോൾട്ടിന്റെ ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. 24 വോൾട്ടിന്റെ ബാറ്ററി. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 4 ഓം ആണ്, ഇവിടെ 8 ഓം ആണ്. ഇതിലൂടെ ഒരു കറണ്ട് കടന്നു പോകുന്നുണ്ട്. ചോദ്യം എന്താണ്? ആദ്യം ഈക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. നമുക്ക് ആർ ഈക്വലന്റ് കണ്ടുപിടിക്കണം. പിന്നെ കറണ്ട്, സർക്യൂട്ട് കറണ്ട് ഐ കണ്ടുപിടിക്കണം. അപ്പൊ ഈ ഐ കണ്ടുപിടിക്കണം. അപ്പൊ ഐ നമുക്ക് രണ്ടാമത് കണ്ടുപിടിക്കാം. ഐ കണ്ടുപിടിക്കണം. ആദ്യം ആർ ഈക്വലന്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു സീരീസ് സർക്യൂട്ട് ആയതുകൊണ്ട് അവിടുത്തെ ആർ ഈക്വലന്റ് അല്ലെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? രണ്ട് റെസിസ്റ്റൻസിനെയും എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. അപ്പം ഇത് R1 ആക്കിയും ഇത് R2 ആക്കി എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 4 + 8 എത്ര? 12 ഓം കിട്ടും ആർ ഈക്വലന്റ്. സോ നമ്മളോട് ചോദിക്കുന്നത് കറണ്ട് കാണാനാണ്. കറണ്ട് കാണാനായിട്ട് നമ്മൾ ഓംസ് ലോയിൽ പഠിച്ചിരുന്നു. I = V/R ആണ് കറണ്ട് കാണാനുള്ള ഇക്വേഷൻ. സോ ഇവിടെ I കണ്ടുപിടിക്കാനായിട്ട് V എത്രയാ? V നമുക്ക് തന്നിട്ടുണ്ട് 24 വോൾട്ട്. ആർ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ചു ആർ ഈക്വലന്റ് ആണ്. അതെന്ന് വെച്ചാൽ എത്രയാ? 12 ഓം ആണ്. സോ ഐ കണ്ടുപിടിക്കാൻ V/R, ആറില് V എന്ത് കൊടുക്കും? 24 ഇവിടെ R 12 ഓം ആണ്. സോ ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 24/12 ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? 2 അല്ലെ? 2 ആംപിയർ എന്ന് കിട്ടും. ഓക്കെ, 24/12 2 ആംപിയർ എന്ന് കിട്ടും. കിട്ടിയോ? ക്ലിയർ ആണോ? സോ സർക്യൂട്ട് കറണ്ടും കിട്ടി, നമുക്ക് ഈക്വലന്റ് റെസിസ്റ്റൻസും കിട്ടി. ഇനി അടുത്തൊരു ചോദ്യം. എന്താണ് ചോദ്യം? ഫൈൻഡ് ദി വോൾട്ടേജ് അക്രോസ് ഈച്ച് റെസിസ്റ്റർ. അതായത് ഓരോ റെസിസ്റ്ററിന്റെയും അക്രോസ് ഉള്ള വോൾട്ടേജ് കണ്ടുപിടിക്കാൻ. സപ്ലൈ വോൾട്ടേജ് 24 വോൾട്ട് തന്നിട്ടുണ്ട്. റെസിസ്റ്റർ 4 ഓമും 8 ഓമും ആണ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിലൂടെയുള്ള കറണ്ട് തന്നിട്ടുണ്ട് 2 ആംപിയർ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓരോ റെസിസ്റ്ററിനും അക്രോസ് ഉള്ള അല്ലെങ്കിൽ ഓരോ റെസിസ്റ്ററിലും വീഴുന്ന വോൾട്ടേജ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. നോക്കിയാലോ? നമുക്കതൊന്ന് വരച്ചു നോക്കാം അല്ലെ. ആദ്യം ഒരു റെസിസ്റ്റർ വരച്ചു, പിന്നെ ഒരു റെസിസ്റ്റർ വരച്ചു, അതുമായിട്ടൊരു ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. ബാറ്ററിന്റെ വോൾട്ടേജ് വന്നിട്ടുണ്ട് 24 വോൾട്ട്. അതുപോലെ ഒന്നാമത്തെ റെസിസ്റ്റർ 4 ഓം, രണ്ടാമത്തെ റെസിസ്റ്റർ 8 ഓം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഓരോ റെസിസ്റ്ററിലും അക്രോസ് വീഴുന്ന വോൾട്ടേജ് കണ്ടുപിടിക്കാനാണ്. കറണ്ട് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. എത്രയാ? 2 ആംപിയർ ആണ് കറണ്ട് തന്നിട്ടുള്ളത്. അപ്പം ഇതിലൂടെ 2 ആംപിയർ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. ഒരു റെസിസ്റ്റർ സീരീസ് ആയിട്ട് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ സീരീസ് കണക്ഷനിൽ കറണ്ട് സെയിം ആയിരിക്കും. അപ്പം ഇതിലൂടെയുള്ള കറണ്ടും സെയിം ആയിരിക്കും, മാറ്റമൊന്നുമില്ല. പക്ഷെ വോൾട്ടേജ് മാത്രം എന്താവും? ഡിഫറെന്റ് ആണ്, ഡിവൈഡ് ചെയ്യും. ഇവിടെ ഒരു V1 വോൾട്ടേജും ഇവിടെ ഒരു V2 വോൾട്ടേജും ഉണ്ടാവും. ടോട്ടൽ വോൾട്ടേജ് നമുക്കറിയാം V1 + V2 ആണ്. ഓക്കെ, ഇനി നമുക്കറിയാം V = ഓംസ് ലോ പ്രകാരം എന്താണ്? I × R ആണ്. V = I × R ആണ്. ഇനി നമുക്ക് ഇവിടെ V1 കണ്ടുപിടിക്കണം. അതായത് ഈ റെസിസ്റ്റർ R1 എന്ന് പറഞ്ഞ റെസിസ്റ്ററും R2 എന്ന് പറഞ്ഞ റെസിസ്റ്ററും ഉണ്ട്. R1 വീഴുന്ന വോൾട്ടേജ് ഡ്രോപ്പ് V1 കണ്ടുപിടിക്കണം. അതിനായിട്ട് നമുക്ക് എന്ത് വേണം? നമുക്ക് ഇക്വേഷൻ അറിയാവുന്ന ഇക്വേഷൻ I × R ആണ്. ഇവിടെ I എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന കറണ്ട് സെയിം ആണ് അല്ലെ. I × ഏത്? ആ റെസിസ്റ്റർ R1 വീഴുന്ന വോൾട്ടേജ് ഡ്രോപ്പാണ് V1. അപ്പൊ അത് കണ്ടുപിടിക്കാനായിട്ട് ടോട്ടൽ കറണ്ട് × R1. ഇപ്പൊ എന്ത് കിട്ടും? 2 × 4. 2 × 4 വരുന്ന സമയത്ത് V1 എന്ത് കിട്ടി? 8 വോൾട്ട് എന്ന് കിട്ടി. ഇനി V2 കണ്ടുപിടിക്കണം. V2 കണ്ടുപിടിക്കാൻ കറണ്ട് സെയിം ആണ് അല്ലെ. കറണ്ട് സെയിം ആണ്. അപ്പൊ വേറെന്താണ്? R2. R1 പകരം നമ്മളിവിടെ R2 ഈ 8 ഓം റെസിസ്റ്റർ എടുക്കേണ്ടത് അല്ലെ. അപ്പം R2 വരും. = 2 × 8 എത്ര വരും? 8 16 വോൾട്ട് എന്ന് വരും. അപ്പൊ V1 ഉം V2 കിട്ടി. ഇനി നമുക്ക് V = V1 + V2 നമ്മുടെ ആ ഒരു ഇക്വേഷൻ ശരിയാണോ നോക്കാം. ഇവിടെ V നമുക്കറിയാം എത്രയാണ്? 24 വോൾട്ട് ആണ്. V1 എത്രയാണ്? 8 വോൾട്ട് ആണ്. പ്ലസ് V2 16 വോൾട്ട് ആണ്.
24 വോൾട്ട് ഇവിടെ 8-16 എത്ര? ഇതും 24 വോൾട്ട് തന്നെയാണ്. അപ്പൊ എന്തായി? നമ്മുടെ ആ ഒരു കാര്യം സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ മനസ്സിലാക്കി അല്ലെ? കൊടുക്കുന്ന വോൾട്ടേജ് കുറച്ചു ഭാഗം R1 റെസിസ്റ്ററിലും വീണുപോയി, കുറച്ചു ഭാഗം R2 റെസിസ്റ്ററിലും വീണുപോയി. അപ്പൊ ആ രണ്ട് വീണുപോയ വോൾട്ടേജും കൂടി കൂട്ടിയപ്പോൾ നമുക്ക് കൊടുത്ത വോൾട്ടേജ് കിട്ടി. അതാണ് പറഞ്ഞത്. ക്ലിയർ ആണല്ലോ? അത് മനസ്സിലാക്കി വൃത്തിയാക്കിയിട്ട് എന്താ മനസ്സിലാക്കി തന്നെ എന്ത് ചെയ്യാ? എഴുതി വെക്കണേ, നോട്ട് ചെയ്യണേ. ഇനി അടുത്തത് സീരീസ് കണക്ഷൻ പറഞ്ഞു. അടുത്താണ് പാരലൽ കണക്ഷൻ. പാരലൽ കണക്ഷൻ എന്താണ് സംഭവം? പാരലൽ കണക്ഷന്റെ പ്രത്യേകത, റെസിസ്റ്റർ പാരലൽ ആണെന്ന് പറയാൻ കാരണം ആ ഒരു റെസിസ്റ്ററുകളുടെ രണ്ട് എൻഡുകളും ഓരോ റെസിസ്റ്ററിലും എന്താണ്, ഓരോ സെയിം നോഡിലായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പം ഇതൊരു റെസിസ്റ്റർ ഞാൻ കണക്ട് ചെയ്തു. ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ട്, ഇവിടെ മറ്റൊരു റെസിസ്റ്റർ ഉണ്ട്. ഇതിനെയൊക്കെ കൂടിയിട്ട് നമ്മൾ ഒരു ഒറ്റ കണക്ഷനാക്കി മാറ്റി, ഒരു എൻഡ്, മറ്റേ എൻഡും ഒരൊറ്റ കണക്ഷനാക്കി മാറ്റി. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? ഒരു വോൾട്ടേജ് സോഴ്സ് അപ്ലൈ ചെയ്തു, വോൾട്ടേജ് സോഴ്സ്. അപ്പം ഇത് R1 ആണ്, ഇത് R2 ആണ്, ഇത് R3 ആണ്. ഓക്കെ, R1, R2, R3. ഇവിടെ എന്ത് സംഭവിക്കുന്നേ നോക്കാം. അതായത് നോക്കൂ, ഈച്ച് റെസിസ്റ്റർ ഹാസ് സെയിം വോൾട്ടേജ് എന്നാ പറയുന്നത് അല്ലെ? ഇവിടെ വോൾട്ടേജ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ വോൾട്ടേജിന്റെ ഈ പോയിന്റും ഈ പോയിന്റും ഈ പോയിന്റും ഈ പോയിന്റും സെയിം പോയിന്റ് ആണ്. അതുപോലെ ഈ നെഗറ്റീവ് പോയിന്റും ഈ പോയിന്റും ഈ പോയിന്റും ഈ പോയിന്റും സെയിം ആണ്. അതിനർത്ഥം നമ്മൾ ഈ R1 അക്രോസ് ഉള്ള V1ഉം R2 അക്രോസ് ഉള്ള V2ഉം R3 അക്രോസ് ഉള്ള V3 എടുത്താലും എന്തായിരിക്കും? V തന്നെയായിരിക്കും. അതായത് V is equal to V1 is equal to V2 is equal to V3. ഓരോ ഈ പോയിന്റിൽ നമ്മൾ നോക്കിയാലും ഈ പോയിന്റ് നോക്കിയാലും ഈ പോയിന്റ് നോക്കിയാലും നമുക്ക് സെയിം വോൾട്ടേജ് ആയിരിക്കും കിട്ടുക. അപ്പൊ ഇവിടെ ഒരു പാരലൽ കണക്ഷനിൽ വോൾട്ടേജ് സെയിം ആയിരിക്കും. എന്നാൽ കറണ്ട് സെയിം ആയിരിക്കുമോ? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മൾ ഇവിടുന്ന് കറണ്ട് വരുന്നുണ്ട്, കറണ്ട് I വരുന്നുണ്ട്, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കറണ്ട് I എങ്ങനെയായിരിക്കും പോവുക? ഒരു കറണ്ട് ഇങ്ങോട്ട് പോകും അല്ലെ? I1 ഇങ്ങോട്ട് പോയി. ഓക്കെ, പിന്നെ ഇവിടുന്ന് കറണ്ട് മാറി വേറെ സൈഡിലേക്ക് പോവാണ്, I1 I2 ആയിട്ട് മാറുകയാണ്. പിന്നെ ഇവിടെ എത്തുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും? ഇത് വീണ്ടും സ്പ്ലിറ്റ് ആവും. ഇതെന്താവും? I3 ആയിട്ട് പോകും. പിന്നെ ഇത് I4 ആയിട്ട് പോകും. ആ I4 തന്നെയാണ് ഇവിടെയും പോകുന്നത്. അപ്പം ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം I1 ഇവിടുന്ന് വരുന്ന ഇവിടുന്ന് ഡിവൈഡ് ചെയ്ത് ഇങ്ങോട്ടും പോയി, പിന്നെ ഇവിടുന്ന് താഴേക്കും ഇവിടേക്കും പോയി. അങ്ങനെ ഡിഫറെന്റ് കറണ്ട് ആണ്. കറണ്ട് ഓരോ ബ്രാഞ്ചിനും ഡിഫറെന്റ് ആയിരിക്കും. അപ്പം അത് ക്ലിയർ ആണല്ലോ? അപ്പൊ ടോട്ടൽ കറണ്ട് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഓരോ ബ്രാഞ്ചിലെയും കറണ്ടുകൾ സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യണം? കൂട്ടി വെക്കണം. അപ്പോഴേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? കറണ്ട് കിട്ടുള്ളൂ. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ I1 കിട്ടണം അല്ലെ? ഓരോ ബ്രാഞ്ചിലെയും കറണ്ട് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ എന്താ? I1, I2, I3 എങ്ങനെ കണ്ടുപിടിക്കും? ഓംസ് ലോ പ്രകാരം I എന്താണ്? V/R ആണ്. അത് നമ്മൾ ഇവിടെ എഴുതി വെച്ചു. ഇനി I1 കിട്ടണമെന്നുണ്ടെങ്കിൽ I1 എന്ന് പറഞ്ഞാൽ ഈ ബ്രാഞ്ചിലേക്ക് പോയിട്ടുള്ള, അതായത് ഒന്നാമത്തെ ബ്രാഞ്ചിലേക്ക് പോയിട്ടുള്ള കറണ്ട് ആണ് I1 കാണണമെങ്കിൽ വോൾട്ടേജ് ഡിവൈഡ് ബൈ R ആണ്. അതായത് വോൾട്ടേജ് നമുക്കറിയാം സെയിം ആണ് അല്ലെ? സെയിം ആണ്. അപ്പം V തന്നെയാണ് ബൈ R എന്ന് പറഞ്ഞാൽ ഈ ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ് ഏതാ? R1 അല്ലെ? R1. അപ്പോൾ I1 is equal to V/R1. ഇനി I2 അപ്പോൾ വോൾട്ടേജ് ബൈ R2. I3 വോൾട്ടേജ് ബൈ R3. ഓക്കെ, ഞാനിവിടെ ഈ മാർക്ക് ചെയ്ത് നോക്കണ്ട. ഇത് I2 ആയിട്ടും ഇത് I3 ആയിട്ടും എടുത്താൽ മതി. ഓക്കെ, കറണ്ട് ഇങ്ങനെ ഓരോ ബ്രാഞ്ചിലേക്കും മാറി പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. സോ I3 is equal to V/R3. ഇങ്ങനെ മൂന്ന് കറണ്ട് നമുക്ക് സെപ്പറേറ്റ് കണ്ടുപിടിക്കും. ഇത് മൂന്നും സെപ്പറേറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ I is equal to ഈ ഒരു ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്ത് മൊത്തത്തിലുള്ള ഫുൾ കറണ്ട് കണ്ടുപിടിക്കും. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞത്. ഒരു പാരലൽ സർക്യൂട്ടിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്ന സമയത്ത് മൾട്ടിപ്പിൾ പാത്ത് ആയിരിക്കും കറണ്ട് കടന്നു പോകാൻ. കറണ്ട് കടന്നു പോകാനായിട്ട് ഒരു പാത്തല്ല, ഒന്നിൽ കൂടുതൽ പാത്തുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, ബ്രാഞ്ചുകൾ എന്ന് പറയുന്നത്.
ഇനി വോൾട്ടേജിന്റെ കാര്യത്തിലോ സെയിം വോൾട്ടേജ് ആയിരിക്കും ഉണ്ടായിരിക്കുക ആ പാരലൽ സർക്യൂട്ടിൽ. കറണ്ട് പക്ഷെ ഡിവൈഡ് ചെയ്താണ് പോവാം. ഓരോ ബ്രാഞ്ചിലേക്കും കറണ്ട് കൊടുക്കുന്ന കറണ്ട് ഡിവൈഡ് ചെയ്ത് ഓരോ ബ്രാഞ്ചിലേക്കും സെപ്പറേറ്റ് ആയിട്ടായിരിക്കും പോവാം. ഈ കറണ്ട് ബ്രാഞ്ചിലേക്ക് പോകുന്ന കറണ്ടുകളൊക്കെ ഇപ്പൊ I1 ആണെങ്കിലും I2 ആണെങ്കിലും ഒക്കെ തന്നെയും എന്താണ് ഇതിന്റെ വാല്യൂ അനുസരിച്ചാണ്, റെസിസ്റ്റൻസിന്റെ വാല്യൂ അനുസരിച്ചാണ് ചേഞ്ച് ആവുക. റെസിസ്റ്റൻസിന്റെ ഇപ്പൊ റെസിസ്റ്റൻസിന്റെ വാല്യൂ ഇവിടെ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇതിലൂടെ പോകുന്ന കറണ്ട് കുറവായിരിക്കും. ഇവിടെ റെസിസ്റ്റൻസ് ഈ R2 വാല്യൂ കുറവാണെന്നുണ്ടെങ്കിൽ ഇതിലൂടെ കടന്നു പോകുന്ന ഇതിലൂടെ കൂടുതൽ കറണ്ട് കടന്നു പോകും. അങ്ങനെ അപ്പൊ ഇവിടുത്തെ റെസിസ്റ്റൻസിന്റെ വാല്യൂ അനുസരിച്ചാണ് ഇതിലൂടെ എത്ര കറണ്ട് പോകണം എന്നുള്ളത് തീരുമാനിക്കുക. ഓക്കെ, പിന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. ഒരു പാരലൽ സർക്യൂട്ടിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? റെസിപ്രോക്കൽ റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3. ഇത് സോൾവ് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചിടണം അല്ലെ, R കണ്ടുപിടിക്കണം. എന്ന് വെച്ചാൽ ഇത് സോൾവ് ചെയ്തിട്ട് കിട്ടുന്ന ആൻസറിനെ നമ്മൾ എന്ത് ചെയ്യാം? റെസിപ്രോക്കൽ ആക്കി തിരിച്ചിടുമ്പോൾ നമുക്ക് R കിട്ടും, ടോട്ടൽ R കിട്ടും. അതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്യണേ. ഓക്കെ, ഇതാണല്ലോ. അടുത്തിലേക്ക് പോവാം. ഇത് പറഞ്ഞ കാര്യങ്ങൾ തന്നെ അന്ന് പറഞ്ഞത്. എന്തൊക്കെയാണ്? കറണ്ടിന്റെ കേസിൽ അല്ല, വോൾട്ടേജിന്റെ കേസിൽ V is equal to V1 is equal to V2 is equal to V3 ആയിരിക്കും. കറണ്ട് I1 പ്ലസ് I2 പ്ലസ് I3 ആയിരിക്കും. റെസിസ്റ്റൻസ് കാണാനായിട്ട് 1/R is equal to 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3 ആയിരിക്കും. ഇതില് I1 എന്ന് പറഞ്ഞാൽ എന്താണ്? V/R1 ആണ്. I2 എന്ന് പറഞ്ഞാൽ V/R2 ആണ്. ഇനി I3 എന്ന് പറഞ്ഞാലോ V/R3 ആണ്. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇനി ഒരു കാര്യം കൂടി, ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ആണ്. നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ഒരു സർക്യൂട്ടിൽ രണ്ട് കപ്പാസിറ്റർ റെസിസ്റ്റർ നമ്മൾ എന്ത് ചെയ്യാ? പാരലായിട്ട് തന്നിട്ടുണ്ട്. രണ്ട് R1ഉം ഇവിടെ R1ഉം R2ഉം പാരലായിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം 1/R is equal to 1/R1 പ്ലസ് 1/R2 ആണ് ഇതിന്റെ ഇക്വേഷൻ വരുന്നത് അല്ലെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതിനെ നമുക്ക് സോൾവ് ചെയ്യാം. ഇതിനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 1 into R2 R2 എന്നും പ്ലസ് 1 into R1 R1 എന്നും കിട്ടും. ഡിവൈഡ് ബൈ R1 into R2. അത് 1/R ആണ് അല്ലെ. ഇതിന്റെ R കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? അതായത് 1/R ആണ് ഈ തന്നത്. ഇനി R കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഈ രണ്ടെണ്ണത്തിനും തിരിച്ചിടണം അല്ലെ. R1/R2നെ മുകളിലേക്ക് കൊണ്ടുവരിക, R1 R2. ഇനി R2 പ്ലസ് R1നെ താഴേക്ക് കൊണ്ടുവരിക, R1 പ്ലസ് R2. അതായത് R2 പ്ലസ് R1 R1 പ്ലസ് R2 എന്ന് എഴുതിയാലും സെയിം എഫക്റ്റ് ആണ്. സോ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ എന്ന് ഓർത്തിരുന്നാൽ മതി. അതായത് R is equal to R1 R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2. ഒന്ന് ബൈഹാർട്ട് ചെയ്ത് പഠിച്ചാലും മതി. അപ്പൊ എളുപ്പത്തിൽ രണ്ട് റെസിസ്റ്ററുകൾ സീരീസ് പാരലായിട്ട് തരുന്ന സമയത്ത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ R1 R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2. ആദ്യം അത് തമ്മിൽ ഗുണിക്കുക, താഴെ അത് തമ്മിൽ കൂട്ടുക. മുകളില് ആ രണ്ട് റെസിസ്റ്റർ തമ്മിൽ ഗുണിക്കുക, താഴെ രണ്ട് റെസിസ്റ്റർ തമ്മിൽ കൂട്ടുക. ഓക്കെ, R1 R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2. അതൊക്കെ ആണല്ലോ. ഇനി വേറൊരു കാര്യം കൂടി, ഇപ്പൊ ഇത് നമുക്ക് മനസ്സിലായി. ഇടയ്ക്കിടയ്ക്ക് പോകുന്നതാണ്. മനസ്സിലായി, ഇത് മനസ്സിലായി. ഇനി നമുക്ക് വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. രണ്ട് റെസിസ്റ്ററുകൾ പാരലായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ 3 ഓം ആണ്, ഇവിടെയും 3 ഓം ആണ്.
അപ്പൊ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം അല്ലെ. ഈ എ ബി ഇതിന് അക്രോസ് ഉള്ള ടോട്ടൽ റെസിസ്റ്റൻസ് കാണാനാണെങ്കിൽ ചോദിക്കുക. അപ്പൊ എന്ത് ചെയ്യാം, നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. ആർ ഈസ് ഈക്വൽ ടു 3 × 3 ഡിവൈഡഡ് ബൈ 3 + 3 എന്ത് വരും, 3 × 3 9, 9/6. ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് 1.5 ഓം കിട്ടും. ഓക്കെ, അതൊരു മെത്തേഡാണ്. ഇനി വേറൊരു മെത്തേഡ് ഉണ്ട്. നോക്കൂ, ഈ രണ്ട് റെസിസ്റ്റർ R1ഉം R2ഉം സെയിം വാല്യൂ അല്ലേ, 3 ഓമും 3 ഓം അല്ലേ. സെയിം വാല്യൂ വന്നു കഴിഞ്ഞാൽ ടോട്ടൽ റെസിസ്റ്റൻസ് കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി അറിയോ, ആ ആറിന്റെ വാല്യൂ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ. ആറിന്റെ വാല്യൂ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഒന്ന് നമുക്ക് ചെയ്ത് നോക്കാം അല്ലെ. ആർ ഈസ് ഈക്വൽ ടു, ആറിന്റെ വാല്യൂ എത്രയാ, 3 ആണ്. എത്ര എണ്ണം ഉണ്ട്, 2 എണ്ണം ഉണ്ട്. ഈക്വൽ ടു 3ന്റെ പകുതി 3/2 എന്ന് പറഞ്ഞാൽ 1.5 ഓം ആണ്. ഓക്കെ, ഇനി നമുക്ക് വേറെ ഒന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് ഒരു ഇപ്പം 3 റെസിസ്റ്ററുകൾ ഒരേപോലെ വന്നിട്ടുണ്ട്. ഇവിടെ 2 ഓം 2 ഓം 2 ഓം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് കാണാൻ എന്ത് ചെയ്താൽ മതി, R/N ചെയ്താൽ മതി. അതായത് R എന്ന് പറഞ്ഞാൽ 2 ആണ്, ഡിവൈഡ് ബൈ 3 2/3. 2/3 ചെയ്ത് എന്ത് കിട്ടും, എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ട് വേറൊരു ഇക്വേഷൻ ഇവിടെ 6 കൊടുക്കാം. 6 ഇവിടെ 6 ഇവിടെ 6. അങ്ങനെയാണെങ്കിൽ എന്ത് വരും, R/N എന്ന് പറയുമ്പോൾ 6/3 വരും. 6/3 വരുമ്പോൾ സമയത്ത് 2 ഓം എന്ന് കിട്ടും, അതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ്, ടോട്ടൽ റെസിസ്റ്റൻസ്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പം ഈ ഒരു ഇക്വേഷനും ഈ ഒരു ഇക്വേഷൻ എന്ത് ചെയ്യാം, അതായത് R ഈസ് ഈക്വൽ ടു 2 എണ്ണം വരുന്ന സമയത്ത് R1 R2 ബൈ R1 പ്ലസ് R2 എന്നുള്ള ഇക്വേഷൻ ഫോർ 2 പാരലൽ റെസിസ്റ്റേഴ്സ്. ഇനി അതുപോലെ സെയിം വാല്യൂ പാരലൽ വരുന്ന സമയത്ത് എന്ത് വേണം, R കണ്ടുപിടിക്കാനായിട്ട് R/N എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. R എന്ന് പറഞ്ഞാൽ ആ വാല്യൂ, റെസിസ്റ്റൻസിന്റെ വാല്യൂ, പിന്നെ N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റെസിസ്റ്റർ, എത്ര റെസിസ്റ്റർ ആണോ പാരലൽ ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് എന്ത് കിട്ടും, എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണോ? സോ ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കിയാലോ. ഇക്വാലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അതായത് 12 ഓം 8 ഓം 10 ഓമും എന്ത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇക്വാലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഇത് ഇവിടെ നോക്കണം, സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലെ. നമുക്ക് നോക്കാം എങ്ങനെയാ. ആദ്യം ഒരു റെസിസ്റ്റർ ഉണ്ട്, പിന്നെ അത് അടുത്ത റെസിസ്റ്റർ ഉണ്ട്, പിന്നെ ബാക്ക് ടു ബാക്ക് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് 12, ഇവിടെ 8, ഇവിടെ 10 ഓം. ടോട്ടൽ റെസിസ്റ്റൻസ് എങ്ങനെ കാണും, R1 പ്ലസ് R2 പ്ലസ് R3 എന്ന് പറയുന്നത് R1 പ്ലസ് R2 പ്ലസ് R3 ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും, 12 പ്ലസ് 8 പ്ലസ് 10 എത്രയാ, 12 പ്ലസ് 8 20, 20 പ്ലസ് 10 30 ഓം കിട്ടും. ക്ലിയർ ആണോ? അടുത്ത ചോദ്യം എന്താണ്, ഫൈൻഡ് ദി ഈക്വലന്റ് റെസിസ്റ്റൻസ്. റെസിസ്റ്റർ തന്നിട്ടുണ്ട് 20 ഓമും പിന്നെ 20 ഓമും. അത് എന്തേ പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഒന്ന് വരച്ചു നോക്കാം. നമുക്ക് രണ്ട് റെസിസ്റ്ററുകൾ പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഇവിടെ 20 ഓം ഉണ്ട്, ഇവിടെ 20 ഓം ഉണ്ട്. അതിന്റെ റെസിസ്റ്റൻസ് ആണ് നമ്മൾ പഠിച്ചിരുന്നു, R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. ഇത് R1 ആക്കി എടുക്കാം, ഇത് R2 ആക്കി എടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്രയാ, 20 × 20 ബൈ 20 പ്ലസ് 20 എന്ത് വരും, 20 × 20 40 അല്ലെ. 40 ബൈ എത്രയാ, 20 × 20 എത്രയാ, 400 ആണ്. 400 ബൈ 40 എന്ത് വരും, 10ഉം 0 വെട്ടിപ്പോയി, 40 ബൈ 4 10 ഓം എന്ന് വരും അല്ലെ. ഈ ഒരു മെത്തേഡിൽ നമ്മൾ ചെയ്തപ്പം ഇങ്ങനെ കിട്ടി. ഇനി നമുക്ക് രണ്ട് റെസിസ്റ്ററും ഒരേപോലെ അല്ലേ, അപ്പൊ നമുക്ക് വേറൊരു മെത്തേഡ് ഉണ്ട്. R ഈസ് ഈക്വൽ ടു R/N. എന്ത് ചെയ്താൽ മതി, R എത്രയാ 20 ബൈ N എത്രയാ 2 ഈക്വൽ ടു എന്ത് കിട്ടും, 10 × 2 20 10 ഓം. എളുപ്പത്തിൽ കിട്ടിയില്ലേ? അത് ഇത്രയും ചെയ്ത് ബുദ്ധിമുട്ടണ്ട, നേരെ ഒരേപോലത്തെ റെസിസ്റ്റർ ആണെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാം.
ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത പ്രോബ്ലം പറയുന്നത് 3 റെസിസ്റ്ററുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അതിന്റെ അക്രോസ് ഒരു 30 വോൾട്ട് ബാറ്ററി ഉണ്ട്. കണ്ടുപിടിക്കേണ്ടത് ഈക്വലന്റ് റെസിസ്റ്റൻസ്, സർക്യൂട്ടിന്റെ കറണ്ട്, ഓരോ റെസിസ്റ്ററിലൂടെയും കടന്നു പോകുന്ന വോൾട്ടേജ്. നമുക്കൊന്ന് വരച്ചു നോക്കാം അല്ലെ. ഒന്നാമത്തെ റെസിസ്റ്റർ, രണ്ടാമത്തെ റെസിസ്റ്റർ, മൂന്നാമത്തെ റെസിസ്റ്റർ. ഇതില് ഒരു വോൾട്ടേജ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുത്തു, വോൾട്ടേജ് സോഴ്സ്. ഇവിടെ നമുക്ക് അറിയാം 30 വോൾട്ട് ആണ് വോൾട്ടേജ് സോഴ്സ്. ഇവിടെ 5 ഓം ഉണ്ട്, ഇവിടെ 10 ഓം ഉണ്ട്, ഇവിടെ 15 ഓം ഉണ്ട്. ഇതിലൂടെ ഒരു കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് കാണാം അല്ലെ. ടോട്ടൽ റെസിസ്റ്റൻസ് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, R1 പ്ലസ് R2 പ്ലസ് R3 എന്ത് വരും, 5 പ്ലസ് 10 പ്ലസ് 15. അപ്പൊ 15, 5, 20, 10, 30 ഓം കിട്ടി. ഓക്കെ, കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സർക്യൂട്ട് കറണ്ട് ആണ്, ഐ ആണ്. ഐ ഈസ് ഈക്വൽ ടു നമുക്കറിയാം എന്താണ്, V ബൈ R ആണ്. അപ്പം V എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 30 ആണ്. ടോട്ടൽ റെസിസ്റ്റൻസ് നമുക്ക് കിട്ടി 30. എത്ര കിട്ടി, 30, 1 ആംപിയർ. അപ്പൊ 1 ആംപിയർ കറണ്ട് ഇതിലൂടെ പോകുന്നുണ്ട്, 1 ആംപിയർ കറണ്ട്. ഇതൊരു സീരീസ് സർക്യൂട്ട് ആയതുകൊണ്ട് ത്രൂ ഔട്ട് ഈ സർക്യൂട്ടിലൂടെ പോകുന്ന കറണ്ട് 1 ആംപിയർ തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓരോ റെസിസ്റ്ററിലും വീഴുന്ന വോൾട്ടേജ് ആണ്. അപ്പൊ വോൾട്ടേജ് അക്രോസ് ഈച്ച് റെസിസ്റ്റർ. അപ്പം R1 അക്രോസ് ഉള്ളത് ഇത് R1 ആയി കൊടുക്കാം, R2 ആക്കി കൊടുക്കാം, R3 ആയി കൊടുക്കാം. അപ്പം R1 വോൾട്ടേജ് ഡ്രോപ്പ് കണ്ടുപിടിക്കാം. R1 വോൾട്ടേജ് ഡ്രോപ്പ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം, അത് V1 ആണ്. V1 ആണ് R1 അക്രോസ് വീഴുന്നത്, V1 ആണ്. ഇവിടെ V2 ആണ്, ഇവിടെ V3 ആണ്. V1 കണ്ടുപിടിക്കാൻ നമുക്ക് ടോട്ടൽ കറണ്ട് I ആണ്, ത്രൂ ഔട്ട് കറണ്ട് I തന്നെയാണ്, ഇൻറ്റു ആ റെസിസ്റ്റൻസ് R1 ഇസ് ഈക്വൽ ടു 1 ഇൻറ്റു 5 എന്ത് വരും, 5 വോൾട്ട്. ഓക്കെ, ഇനി അടുത്തത് R2 വോൾട്ടേജ് ഡ്രോപ്പ്. R2 വോൾട്ടേജ് ഡ്രോപ്പ് എന്നോടിക്കും V2 ആണ് അല്ലെ. V2 എന്ന് വെച്ചാൽ കറണ്ട് സെയിം ആണ്, ഇൻറ്റു ആ റെസിസ്റ്റൻസ് R2 ഈക്വൽ ടു 1 ഇൻറ്റു 10. എത്ര വരും, 1 ഇൻറ്റു 10, 10 വോൾട്ട്. ഓക്കെ, ഇനി V3 അതായത് R3 ഉണ്ടാവുന്ന വോൾട്ടേജ് ഡ്രോപ്പ്. അപ്പൊ അത് V3 ആണ്. V3 ഈക്വൽ ടു കറണ്ട് സെയിം ആണ്, I ഇൻറ്റു R3 ഈക്വൽ ടു I എത്രയാണ്, 1 ആണ്, ഇൻറ്റു 15. എത്ര വരും, 1 ഇൻറ്റു 15, 15 വോൾട്ട് തന്നെയാണ്. സോ V എന്ന് പറഞ്ഞാൽ V1 പ്ലസ് V2 പ്ലസ് V3 ആണ്. മൂന്നും കൂടി കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 5 പ്ലസ് 10 പ്ലസ് 15 കൂട്ടുന്ന സമയത്ത് നമുക്ക് ടോട്ടൽ 30 വോൾട്ട് എന്ന് കിട്ടും. ഈ 30 വോൾട്ട് തന്നെയല്ലേ നമ്മൾ കൊടുത്ത അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ്. സോ അത് നമുക്ക് എന്തായി, സെയിം ആണെന്ന് കിട്ടി. ക്ലിയർ ആണോ? ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, ഇനി സീരീസ് സർക്യൂട്ടും പാരലൽ സർക്യൂട്ടും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു കമ്പാരിസൺ ടേബിൾ ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ടേബിൾ ആക്കി തന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് പകർത്തി വെക്കുക. ഒരു സീരീസ് സർക്യൂട്ടിന് ഒരു കറണ്ട് പാത്ത് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, പാരലൽ സർക്യൂട്ടിന് മൾട്ടിപ്പിൾ കറണ്ട് പാത്ത് ഉണ്ടായിരിക്കും. അതുപോലെ സീരീസ് സർക്യൂട്ടിന്റെ കറണ്ട് ത്രൂ ഔട്ട് സെയിം ആയിരിക്കും, ഇവിടെ വോൾട്ടേജ് ആയിരിക്കും സെയിം ആയിരിക്കുന്നത്. അതുപോലെ സീരീസ് സർക്യൂട്ടിൽ വോൾട്ടേജ് ഡിവൈഡ് ചെയ്യും, ഓരോ റെസിസ്റ്ററിലും വോൾട്ടേജ് ഡിവൈഡ് ചെയ്ത് പോകും. ഇവിടെ എന്താണ് ഡിവൈഡ് ചെയ്യുന്നത്, കറണ്ട് ആണ് ഓരോ ബ്രാഞ്ചിലേക്കും ഡിവൈഡ് ചെയ്ത് പോകുന്നത് പാരലൽ സർക്യൂട്ടിൽ. പിന്നെ സീരീസ് സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്താൽ മതി. പക്ഷെ പാരലൽ സർക്യൂട്ടിൽ നമുക്ക് റെസിപ്രോക്കൽ ഫോർമുല ഉപയോഗിച്ചാണ് നമ്മൾ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്. അതുപോലെ സീരീസ് സർക്യൂട്ട് ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്തായിരിക്കും, ആ സർക്യൂട്ടിലുള്ള സീരീസ് സർക്യൂട്ടിലുള്ള ഏറ്റവും വലിയ റെസിസ്റ്ററിനെയും കാട്ടി കൂടുതലായിരിക്കും ഇക്വലന്റ് റെസിസ്റ്റൻസ്. അതുപോലെ പാരലൽ സർക്യൂട്ടിൽ ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്തായിരിക്കും, ലെസ് ദാൻ ദി സ്മോളസ്റ്റ് റെസിസ്റ്റൻസ്. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഉദാഹരണത്തിന് ഇവിടെ നോക്കാം, ഇതൊരു സീരീസ് സർക്യൂട്ട് ആണ്. ഇതിലെ ഏറ്റവും വലിയ റെസിസ്റ്റൻസ് എത്രയാ, 15 ഓം ആണ് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ കിട്ടിയ ടോട്ടൽ റെസിസ്റ്റൻസ് 30 ഓം ആണ്. അതായത് ഈ ഒരു സർക്യൂട്ടിലെ ഏറ്റവും വലിയ റെസിസ്റ്റൻസിനെക്കാട്ടി കൂടുതലായിരിക്കും നമുക്ക് കിട്ടുന്ന ടോട്ടൽ റെസിസ്റ്റൻസ്. സംശയമൊന്നുമില്ലല്ലോ. ഇനി ഇതൊരു പാരലൽ സർക്യൂട്ട് ആണ്.
പാരലൽ സർക്യൂട്ടിലെ ഏറ്റവും വലിയ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും സെയിം ആയതുകൊണ്ട് തന്നെ ഇവിടെ 20 ഓം ആണ് ഏറ്റവും വലിയ റെസിസ്റ്റൻസ്. അപ്പൊ നമുക്ക് കിട്ടിയ ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാ? 10 ഓം ആണ്. അതായത് ഒരു പാരലൽ സർക്യൂട്ടിൽ ഉള്ള ഏറ്റവും വലിയ റെസിസ്റ്റൻസിനേക്കാളും കുറവായിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും കുറവായിരിക്കും എന്തുണ്ടാവും കിട്ടുക നമുക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് കിട്ടുക. ഇപ്പം വേറെ എക്സാമ്പിൾ ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നോ? ഇല്ല. അപ്പൊ ഇനിയും എക്സാമ്പിളുകൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. ഇവിടെ തന്നെ നോക്കൂ, ഇവിടെ 3 ഓമും ഇവിടെ 3 ഓമും ഉണ്ട്. 3 ഓമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ റെസിസ്റ്റൻസ്. അതിനെക്കാട്ടിയും ഏറ്റവും ചെറിയ റെസിസ്റ്റൻസ് ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരിക്കും. അതാണ് ഈ പറഞ്ഞ പോയിന്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് വൃത്തിയിൽ എന്ത് ചെയ്യുക, നോട്ട് എഴുതി അതിന്റെ എക്സാമ്പിൾസുകൾ കറക്റ്റ് ആയിട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഞാൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കേണ്ടത് സീരീസ് പാരലൽ കോമ്പിനേഷൻ സർക്യൂട്ടുകളാണ്. അത് സീരീസ് ആയിട്ടും പാരലൽ ആയിട്ടും ഒരു സർക്യൂട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുക. സോ താങ്ക് യു.